സർപ്പദോഷം കൊണ്ട് ദാമ്പത്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. ഈ സർപ്പം ദോഷമായിട്ട് വന്നാൽ അപ്പോഴേ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമായിട്ട് ജീവിക്കുന്ന രണ്ടുപേരും രണ്ട് വഴിക്കായി പോകും. മണ്ണിന് അധിപതിയാണ് സർപ്പം. ബാക്കിയോട് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾക്ക് പ്രശ്നം വന്നാൽ സർപ്പത്തെ കൊണ്ടും ഭദ്രകാളിയെ കൊണ്ടും ദോഷം വന്നിരിക്കും. എൻ്റെ അമ്മാവന്മാരും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, എന്തോ ചെയ്യുന്ന കൊടുങ്ങല്ലൂരമ്മേനെയൊക്കെ അങ്ങനെ ഉപാസിക്കാൻ കൊള്ളാവോ, ഭയങ്കരമായ അപകടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. ഒരാൾ ശത്രുദോഷം ചെയ്താൽ ഇന്ന ശത്രു ഇന്ന കർമ്മം ചെയ്തു, ആ പേരടക്കം എനിക്കറിയാം. ഇവരുടെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം പെട്ടെന്ന് ഹൈ ആകും. പിന്നെ ഇവർക്ക് ക്ഷീണം, പിന്നെ ഇങ്ങനെ കണ്ണു തുറക്കാൻ മേലാത്ത പോലത്തെ ക്ഷീണം വരും. ഇതൊക്കെ ഭദ്രകാളി ദോഷമാണ്. നമ്മുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം തരുന്ന ആളാണ് ശനി. ശനിമൂർത്തി എപ്പോഴും ധർമ്മദേവതയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മിഷ്ഠൻ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കാലനാണ് എന്നൊക്കെ പറയും, പക്ഷെ അതല്ല, ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. പണ്ട് ഉപാസന എടുക്കുന്നത് എങ്ങനെയാണ്? ഞാനും എൻ്റെ കുടുംബവും അന്യം നിന്ന് പോകും കാലം വരെ ഞങ്ങൾ നിങ്ങളെ പൂജിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ ഒരു 27 കൊച്ചുമക്കൾ ഉണ്ട്. അത്രയും പേരെ ഒഴിവാക്കി എനിക്ക് അവരത് തരുമ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ആളായിരിക്കും. സ്വാഭാവികമായിട്ടും 8 വർഷം കൊണ്ട് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ആളുകൾ ഫേസ് ചെയ്യുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മാന്ത്രിക കർമ്മങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർ ചിലപ്പോൾ ഈ വശ്യം, മാന്ത്രികം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തിരക്കിയാണ് മാന്ത്രികത്തിലേക്കൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ മാന്ത്രികമുള്ളത്? വശ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും പോകുന്ന ഒരു സ്ത്രീയെ വശ്യം ചെയ്ത് ഇങ്ങനെ ആകർഷിച്ച് കൊണ്ടുവരാം, അങ്ങനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അതല്ല, ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അടുപ്പങ്ങൾ ഉള്ളവരോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം കുറേ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ നടക്കിയാൽ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് അടുത്തുവരും. എന്നാലും അതൊന്നും ഒരു നീണ്ടകാലം നിലനിൽക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. അത് എന്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പം അതങ്ങ് പോകും. അന്നേരം ഈ വശീകരിച്ച് കൊണ്ടുവന്നാലും ഒരു പക്ഷേ എങ്കിലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വശ്യത്തിനോട് ഞാൻ ഇതാക്കുന്നില്ല. പക്ഷെ മാരണം പോലുള്ളത്, ഒരാളെ ശത്രുദോഷം ചെയ്ത് നമുക്ക് നശിപ്പിച്ച് കളയാനൊക്കെ പറ്റും. ബന്ധിച്ച് കെട്ടിപ്പൂട്ടി ഇടാൻ പറ്റും, ചലിക്കാൻ മേലാത്ത വിധത്തിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ആദ്യം നമുക്ക് ബ്ലോക്ക് വരിക നമ്മുടെ സാമ്പത്തികത്തിലാണ്. സാമ്പത്തികം ആദ്യം തീരും, സാമ്പത്തികം ഇല്ലാണ്ടാവും. പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അസുഖങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും അങ്ങനെ പോകാൻ തുടങ്ങും. ചിലർക്ക് പടപടന്ന് വാഹനാപകടങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. പിന്നെ കുടുംബത്തിൽ എപ്പോഴും കലഹം വരും. പ്രത്യേകിച്ച് സന്ധ്യ മയങ്ങുന്ന സമയത്ത് ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവും. നാട്ടുകാർ ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് ഇവരുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരും. ഇപ്പോൾ ഈ ഭദ്രകാളി ദോഷം വന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ മരണം ചെയ്തു. അത് ഈ ഭദ്രകാളിയെ കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം സംഭവിക്കുക, അയാളുടെ വാഹനത്തിന് എന്തെങ്കിലും ചിലപ്പോൾ അത്രയും നേരം ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് നിന്ന് പോവുക. പ്രത്യേകിച്ച് ആരെങ്കിലും വന്ന് നോക്കിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ പെട്ടെന്ന് വണ്ടി നിന്ന് പോവുക. പിന്നെ ഈ വണ്ടി തട്ടുക, ഇടയ്ക്കിങ്ങനെ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് പുറത്ത് പോവുക, അങ്ങനെയൊക്കെ വരാം. പിന്നെ ഗൃഹോപകരണങ്ങൾ അടിക്കടി കേടായി പോവുക. ഇവരുടെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം പെട്ടെന്ന് ഹൈ ആകും. പിന്നെ ഇവർക്ക് ക്ഷീണം, പിന്നെ ഇങ്ങനെ കണ്ണു തുറക്കാൻ മേലാത്ത പോലത്തെ ക്ഷീണം വരും. ഇതൊക്കെ ഭദ്രകാളി ദോഷമാണ്. അതൊരാൾ പ്രശ്നം വന്ന് നമ്മുടെ അടുത്ത് പറയുന്നതേ നമുക്ക് മനസ്സിലാവും ഇന്ന ദോഷമാണ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ കളവെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പോൾ മാരണമൊക്കെ ചെയ്തു വിട്ടാൽ ഭദ്രകാളി, ഒരു കൊടുങ്കാളിയെ, ഒരു ചാത്തനെയൊക്കെ കൂട്ടിക്കെട്ടി കർമ്മം അറിയാവുന്ന ഒരാൾ ഒരു മന്ത്രവാദം ചെയ്താൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും നാശം സംഭവിക്കും. ഈ മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ അവരോട് എന്താണ് പറയുന്നത്? അങ്ങനെ സത്യം ധർമ്മം വിട്ട ഒരു ഇതിനെ നമ്മൾ നിൽക്കത്തില്ല. കാര്യം എൻ്റെ ഉപാസനയിൽ, എൻ്റെ കാരണവന്മാരുടെ ഉപാസനയിൽ യമധർമ്മൻ്റെ ഉപാസന ഉള്ളവരാണ്. അപ്പൊ അദ്ദേഹത്തിന് ധർമ്മൻ എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന്റെ ദേവത. അതെ, നമ്മൾ പറയുന്ന യമൻ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ഠൻ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കാലനാണ് എന്നൊക്കെ പറയും, പക്ഷെ അതല്ല, ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ശനിയെ കൊണ്ടാ യമനെ പറയുക. ധർമ്മിഷ്ഠനാണ്. ശനിമൂർത്തി എപ്പോഴും ധർമ്മദേവതയായിട്ടാണ്, ധർമ്മം കാക്കുന്ന ആളായിട്ടാണ് പറയുക. നമ്മുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം തരുന്ന ആളാണ് ശനി എന്ന് പറഞ്ഞത്. ചിലർ ഈ കണ്ടകശനിയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞത്. പക്ഷെ നന്മ ചെയ്തവന് കണ്ടകശനിയൊന്നും ഒരു തരത്തിലും ബാധിക്കത്തില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ യമധർമ്മൻ ഉള്ളത് കൊണ്ട് അദ്ദേഹം ശരിക്കും ധർമ്മിഷ്ഠനാണ്. നമ്മൾ ധർമ്മം വിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. നമുക്കതിൽ നിന്നൊരു തിരിച്ചടി കിട്ടും. നമുക്ക് ചിലപ്പം അതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടൊരു ഫ്ലോ ഉണ്ട്, ആ ഫ്ലോ അവിടെ നിന്ന് പോകും. പിന്നെ നമുക്ക് കർമ്മത്തിൽ ഈ സ്വപ്നങ്ങൾ കാണുന്നത് കുറയും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല. അങ്ങനെ അതിനി കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും സത്യമല്ലാത്തൊരു കർമ്മം ഞാൻ ചെയ്യുകയില്ല. കാര്യം ഇത് ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയതല്ല, കാരണവന്മാരായിട്ട് എനിക്ക് തന്നതാണ്. എൻ്റെ കുടുംബത്തിൽ ഒരു 27 കൊച്ചുമക്കൾ ഉണ്ട്. അത്രയും പേരെ ഒഴിവാക്കി എനിക്ക് അവരത് തരുമ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ആളായിരിക്കും.
അല്ലേ? അല്ലാതെ എനിക്ക് അവർ തരത്തില്ലല്ലോ. അപ്പൊ ഞാനത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ന്യായമല്ലാത്തൊരു കേസ് എൻ്റെ അച്ഛനാണ് ഇല്ലേ എൻ്റെ മകളാണ് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ കൂടെ നിൽക്കത്തില്ല. ആ ന്യായം എന്താണോ ആ ന്യായം എന്താ അതിൽ നിൽക്കത്തുള്ളൂ. അന്യായമായിട്ടൊരു കാര്യത്തിന് ഇല്ലാതെ അച്ഛനാണല്ലോ, അച്ഛൻ പറഞ്ഞതിൻ്റെ കൂടെ എന്നാൽ നിന്നേക്കാം, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അച്ഛനാണ്, അതാ ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ കുറച്ച് റിബലായിരുന്നു എന്ന് പറഞ്ഞത്. തെറ്റാണ്, തെറ്റാന്ന് ഞാൻ പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സർപ്പദോഷം അല്ലെങ്കിൽ എല്ലാവർക്കും കൂടുതലും കാണുന്ന പ്രശ്നങ്ങളൊന്നാണ് ബാധാദോഷം, സർപ്പദോഷം, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൂടുതലും കാണുന്നത്. അപ്പം അല്ലെങ്കിൽ പൂർവ്വജന്മദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഇതിനെ പറ്റി ഒന്ന് പറയാമോ? കാരണം എല്ലാവർക്കും ഏത് പ്രശ്നം എടുത്തു കഴിഞ്ഞാലും ഇപ്പം ആരോഗ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും മറ്റെന്ത് വിഷയമാണെങ്കിലും ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഈ സർപ്പദോഷം വരികയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും വരുന്നത്? സർപ്പദോഷം വരുമ്പോൾ ആദ്യം വരിക സ്കിൻ ഡിസീസാണ്. നമ്മുടെ തൊലിപ്പുറത്ത് ഇങ്ങനെ ചൊറിഞ്ഞു തടിക്കുന്ന പോലെയോ, ആസ്മ, അലർജി, പെട്ടെന്ന് ഇങ്ങനെ തുമ്മി വരും, അങ്ങനെയൊക്കെ വരും. രണ്ടാമത് വരുന്ന കാൽപ്പത്തിക്ക് നീര് വെക്കാൻ തുടങ്ങും. പിന്നെ ഇടവിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ കഫക്കെട്ട്, വിട്ടുള്ള പനി, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ സർപ്പദോഷത്തിന് പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന ഇതൊക്കെ ഞാൻ പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു എന്നിട്ടും മാറിയില്ല, പിന്നെയും ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സർപ്പദോഷം സംശയിക്കാം. അങ്ങേയറ്റ സർപ്പദോഷം ആണെങ്കിൽ മാത്രമാണ് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ വരിക. പിന്നെ ഈ നമ്മൾ ചിന്തിക്കും കൂടുതൽ അലർജി അസുഖങ്ങളാണ് സർപ്പത്തെ കൊണ്ട് പറയുക. അതുകൊണ്ട് എല്ലാവരും ഈ അലർജി ഉണ്ടെങ്കിൽ സർപ്പദോഷം എന്ന് പറയും. പക്ഷേ സർപ്പം ശരിക്കും ഫോക്കസ് ചെയ്യുന്ന ഒരാളുടെ ദാമ്പത്യത്തിലാണ്. അവിടെ ഈ സർപ്പം ദോഷമായിട്ട് വന്നാൽ അപ്പോഴേ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമായിട്ട് ജീവിക്കുന്നതിന് രണ്ടുപേരും രണ്ട് വഴിക്കായി പോകും. പക്ഷെ നമ്മൾ ചിന്തിക്കാമല്ലോ, നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ അല്ല, ഈ സർപ്പദോഷം കൊണ്ട് ദാമ്പത്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. അത് രണ്ടിനും രണ്ട് വഴിക്കാക്കും. അല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുടുംബദേവതകൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളെല്ലാം വേർപിരിഞ്ഞ് ഇപ്പോൾ കാവുകളെല്ലാം നശിച്ച് അങ്ങനെ പോകുന്ന ഒരുപാട് തലമുറ അല്ലെങ്കിൽ കുടുംബങ്ങളുണ്ട്. സ്വാഭാവികമാർക്കും അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇത് നാഗദോഷമാണോ അല്ലയോ എന്ന് അവരെങ്ങനെ തിരിച്ചറിയും? അവർക്ക് മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. ഒരു ദേവതയല്ല ധർമ്മദേവതയായിട്ടുള്ളത്. നമുക്ക് 4 തരത്തിലാണ് ദേവതയെ പറയുക. ഭരദേവത, നമ്മളെ ഭരിക്കുന്ന ദേവത ആരാണോ അതാണ് നമ്മുടെ ഭരദേവത. അത് മഹാവിഷ്ണു അല്ലെ ശിവൻ അല്ലെ ദുർഗയായിരിക്കും. അത് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരേ ദേവതയായിരിക്കും നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരിക. രണ്ടാമതാണ് ധർമ്മദേവത. ധർമ്മദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാർ 5 തലമുറ പൂജിച്ചു പോന്നിരിക്കുന്ന, കണ്ടിന്യൂസ് പൂജിച്ചു പോന്നിരിക്കുന്നതായ ഒരു ദേവതാ സങ്കല്പമാണ് ധർമ്മദേവത. മൂന്നാമതാണ് ഈ കുലദേവത. അത് ഒരു കുലത്തിന് ഒരു ദേവത എന്നുള്ളൊരു കണക്കില്. ചില കുലങ്ങൾക്ക് ഭദ്രകാളിയുണ്ട്, ചിലതിന് ശിവനുണ്ടെന്ന് പറയുന്ന പോലെ. പിന്നെ വരുന്നതാണ് ഉപാസനാമൂർത്തി. കുറെ ദേവതകൾ ഇങ്ങനെ ഉണ്ടല്ലോ. ഇതിലെങ്ങനെയാണ് സർപ്പം ഇതുമായി കണക്ട് ചെയ്യുന്നത്? സർപ്പം എല്ലാവർക്കും ഉണ്ട്. ബേസ് ആയിട്ട് സർപ്പം ഉള്ളത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സർപ്പമില്ലാത്ത ഒരിത് അവർക്കില്ല. സർപ്പം അവരുടെ അടിത്തറയാ. പക്ഷെ ഇത് ഇവർക്ക് അറിയത്തില്ല. ഇവർക്ക് ഭദ്രകാളിയും ഒരു കൊടുങ്കാളി ഉണ്ടാവും, ഒരു സർപ്പം ഉണ്ടാവും. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലാണ് ഇത് കൂടുതലുള്ളത്. അവർക്ക് ഈ നീച സർപ്പത്തെ പണ്ടുള്ള കാരണവന്മാരെ എടുത്തു വെക്കുന്നത്, അവർക്ക് മണ്ണിന് അധിപതിയാണ് സർപ്പം. അപ്പൊ അതുകൊണ്ട് മണ്ണിനെ ഇവര് സേവിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ മണ്ണിന് ഇവരെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇവർ മണ്ണിന് അധിപതി ആയിരുന്നത് കൊണ്ടോ ഇവർക്ക് അടിത്തറയായിട്ട് സർപ്പമുണ്ട്. അപ്പോൾ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾക്ക് പ്രശ്നം വന്നാൽ സർപ്പത്തെ കൊണ്ടും ഭദ്രകാളിയെ കൊണ്ടും ദോഷം വന്നിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ അതിന് മേലോട്ടുള്ളവർ കുറച്ചുകൂടെ സ്വാത്വികമായിട്ട് ഇങ്ങനെ പൂജിച്ച് പോകുന്നവർക്ക് ബ്രഹ്മരക്ഷസിന്റെ ദോഷം വരാം. ആ ബ്രഹ്മരക്ഷസ് ഇവർ പുറത്തുനിന്ന് എടുത്തു വെച്ച രക്ഷസാവാം, ഇല്ല ഇവരുടെ കുടുംബത്തിലെ തലമൂത്ത കാരണവരാവാം, അതിൻ്റെ വരും. ചിലരുടെ കുടുംബങ്ങളിൽ അറുകൊലാദോഷം വരും. അതായത് പണ്ട് ഉപാസന എടുക്കുന്ന എങ്ങനെയാ, ഞാനും എൻ്റെ കുടുംബവും അന്യം നിന്ന് പോകും കാലം വരെ ഞങ്ങൾ നിങ്ങളെ പൂജിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവർ കുറച്ച് നാളെടുത്തു, ഭയങ്കരമായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി, നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. ഈ വരുന്ന തലമുറ ഭയങ്കര സമ്പത്തിലേക്കാണ് വരുന്നത്. അന്നേരം ഇവർ ചിന്തിക്കും ഈ സമ്പത്തൊക്കെ കൊണ്ടങ്ങ് ജീവിക്കാം. അപ്പം പിന്നെ ഈ ദേവനെ നോക്കുകയില്ല. ദേവനെ നോക്കാതെ വരുമ്പോൾ നോക്കാതെ കാലാന്തരത്തിൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി അവരുടെ കുടുംബത്തിൽ വന്ന് എങ്ങനെയെങ്കിലും ജനിക്കും. ഈ നിരീശ്വരവാദി വന്ന് ഈ ഒരു കല്ലിലായിരിക്കും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. ആ കല്ലെല്ലാം കൂടെ എടുത്ത് എങ്ങോട്ടേലും എടുത്തെറിയും. അതോടുകൂടി ആ കല്ലിലിരുന്ന ദേവത ഏതാണോ അവിടെ മുതൽ തിരിച്ചടി തുടങ്ങും. അങ്ങനെയാണ് ധർമ്മദേവതാ കോപം ഉണ്ടാവുക. ധർമ്മദേവതാ കോപം ഉണ്ടായാൽ അവിടെ പിതൃദോഷം പറയും. ആദ്യം നമ്മളിപ്പോൾ ഒരിടത്ത് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ
പിതൃദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അവിടെ ധർമ്മദേവതാ വിഷയമുണ്ട്. കാര്യം ദേവതയ്ക്ക് നമ്മളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല, നമ്മളല്ല ഇത് എടുത്തു വെച്ചത്. അപ്പൊ ദേവത ചോദ്യം ചെയ്യുന്ന ആരാ? പിതൃക്കളെ ചോദ്യം ചെയ്യും. നീ അന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്ന് വിളക്ക് വെച്ചത്, എന്തുകൊണ്ട് നിന്റെ തലമുറ നോക്കുന്നില്ല എന്ന് പിതൃവിനെ ചോദ്യം ചെയ്യും. അപ്പൊ പിതൃവിന് പ്രശ്നം വരും. ചിലപ്പം ഈ എന്താണ് അവർക്കൊരു മോക്ഷമൊന്നും കിട്ടാത്ത അവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുക. അപ്പം നമുക്ക് എങ്ങനെ പ്രശ്നം വരിച്ചാൽ പിതൃവിനെ നമ്മുടെ മക്കളെ കൊണ്ട് ചിന്തിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും ആ സമയത്ത്. അപ്പം നമ്മൾ ഓർത്താണ് നമ്മുടെ പിതൃക്കൾക്ക് എന്തോ വിഷയമുണ്ട്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പിതൃക്കൾക്ക് ദോഷം വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ദുരിതം ഉണ്ടാകും. അപ്പോൾ പിതൃക്കൾക്ക് ദോഷം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നല്ല പിതൃക്കൾക്കൊന്നും ഒരു ദോഷമില്ല, ധർമ്മദേവതാപരമായിട്ട് നല്ല രീതിയിൽ പൂജകൾ ചെയ്തു പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ല. അവർ തമ്മിൽ ഭയങ്കര ഐക്യവും ഭയങ്കര മനസ്സമാധാനവും സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയും ഭയങ്കര ഒത്തൊരുമയും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ഇല്ലാത്തടത്ത് നിത്യ കലഹമായിരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് കാരണവന്മാരിങ്ങനെ അടുത്ത തലമുറയിലേക്ക് കൊടുത്തു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളത് നല്ല നല്ല രീതിയിൽ പോകുന്നവരാണ്. ചെറിയ പ്രശ്നം വന്നാൽ പോലും അവരതിൻ്റെ പരിഹാരങ്ങൾ അപ്പോഴപ്പോഴും ചെയ്തു പോകും. എന്ന് പറഞ്ഞ് നമ്മളവർക്ക് എപ്പോഴും പൂജ വേണോ? ഒന്നും വേണ്ട. അവർക്ക് വർഷത്തിലൊന്ന് ഒരു മൊത്തം വെള്ളം വെച്ചാൽ മതി, അതേ ഉള്ളൂ. നമ്മളൊരു വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞ് ഈ ദേവത ആരും നമ്മളെ വന്നിട്ട് ഉപദ്രവിക്കുകയില്ല. നമ്മുടെ വിചാരം അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഈ കൊടുങ്ങല്ലൂരമ്മ ആദ്യം എടുത്തു എന്ന് പറഞ്ഞല്ലോ, അന്നേരം ആ സമയത്ത് എൻ്റെ അമ്മാവന്മാരും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, എന്തോ ഈ ചെയ്യുന്നത്, കൊടുങ്ങല്ലൂരമ്മേനെയൊക്കെ അങ്ങനെ ഉപാസിക്കാൻ കൊള്ളാവോ, ഭയങ്കരമായ അപകടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ആകെ തകർന്നു നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മരിക്കുവാണെങ്കിൽ വളരെ നല്ല കാര്യം, അപ്പോൾ ഈസി ആയിട്ട് അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഉയർച്ച ഉണ്ടായി. ഇപ്പോൾ അവരോർക്കുന്നുണ്ട് അവർക്കും കൂടി എടുക്കാമായിരുന്നു എന്ന്. അന്ന് ഞാൻ അത് കേട്ട് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടം വരെ എന്നെ എത്തിച്ചത് അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാഗദോഷത്തിന് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്? നാഗദോഷം നമ്മൾ രണ്ടായിട്ട് തിരിക്കണം. സ്വന്തം ധർമ്മദേവതയായിരിക്കുന്ന നാഗമാണെങ്കിൽ ആ നാഗത്തിന് പൂജ കൊടുത്ത് അവരെ അനുകൂലപ്പെടുത്തണം, അതൊന്ന്. രണ്ട്, ശത്രുദോഷത്തിൽ വന്ന നാഗമാണെങ്കിലും നോർമൽ എല്ലാ ദുരിതവും ഗരുഡനെ വെച്ച് പിടിക്കരുത്. എനിക്ക് ഈ ഗരുഡൻ ഉള്ളത് കൊണ്ട് നാഗദോഷം തീർക്കാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. എല്ലാ ദോഷവും ഗരുഡനെ വെച്ച് എടുക്കരുത്. അത് എടുത്താൽ അതിൻ്റെ ദുരിതം, ഈ സർപ്പത്തിൻ്റെ ദുരിതം നമുക്കുണ്ടാകും. ധർമ്മദേവത ഒരിക്കലും ഒരു കാര്യമില്ലാതെ ആർക്കും ബാധയാവത്തില്ല, നോക്കാത്തത് കൊണ്ടാണ് ബാധയാവുന്നത്. അപ്പോൾ അതിനെ അങ്ങ് നോക്കിയാൽ അനുഗ്രഹം കിട്ടും. പക്ഷെ അതേസമയം ശത്രുദോഷത്തിൽ വന്ന സർപ്പമാണെങ്കിൽ ഈ നാഗബന്ധനം എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. സർപ്പത്തെ കൂട്ടി ഒരാളെ ബന്ധിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അയാളിങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ പഴുത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. മൊത്തം അസ്വസ്ഥതയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ എന്താണ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അങ്ങനെ വരും നാഗത്തെ കൂട്ടി ബന്ധിച്ചാൽ. അതിനെയൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നേദ്യവുമായിട്ട് ചെന്ന് നിന്നാൽ ചിലപ്പോൾ അത് നമ്മുടെ നേരെ വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്നും നമ്മൾ അങ്ങനെ ചെല്ലത്തില്ല. ശത്രുദോഷത്തിൽ വന്നതിനെ ഗരുഡനെ വെച്ച് മാത്രം നമ്മൾ മാറ്റിക്കളയും. പക്ഷേ ധർമ്മദേവതയായിരിക്കുന്ന സർപ്പത്തിന് ന്യായമുണ്ട്, നോക്കാത്തത് കൊണ്ടായത്. അതുകൊണ്ട് അതിന് നേദ്യം കൊടുത്ത് അതിനെ അനുകൂലപ്പെടുത്തി ഇവർക്ക് അനുഗ്രഹമാക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓ, ഈ ബാധാദോഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് ഒരാളെ അഫക്റ്റ് ചെയ്യുന്നത്? ബാധാദോഷങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഭദ്രകാളി ബാധയായാൽ ഇന്നതാണ്. അപകടങ്ങളുണ്ടാവാം, നമുക്ക് എപ്പോഴും ക്ഷീണം, തളർച്ച അങ്ങനെ ഉണ്ടാവാം, രക്തത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം, ഇടയ്ക്കിടയ്ക്കുള്ള ഈ വണ്ടി അപകടങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ബാധയാണ്. അപ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ ചിലർ ഞാൻ കണ്ടേക്കുന്ന ഇങ്ങനെ ദ്രാവിഡ രീതിയിൽ വെട്ടിത്തിരിക്കാന്ന് പറയും. നാളികേരത്തെ വെട്ടിത്തിരിച്ചാലും ബാധയെ മാറ്റാം, ആവാഹിച്ചെടുക്കാം, നേദ്യം കൊടുത്ത് സന്തോഷിപ്പിച്ച് നമുക്ക് അനുകൂലമാക്കാം, തിരിച്ചു മടക്കാം. പല രീതികളുണ്ട്. ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതൊക്കെ ഞാൻ ഈ മലബാര സമ്പ്രദായം വെച്ചിട്ടാണ് എടുക്കുന്നത്. എനിക്ക് അവിടെ ഉള്ള കാരണവന്മാരെ മൊത്തം ഞാൻ മലയിറക്കി വെച്ച് കർമ്മം ചെയ്യാന്ന് പറയും. ഈ കല്ലടിക്കോട് മലയൊക്കെ വിളിച്ചിട്ട് ആ മലയ്ക്ക് കർമ്മം കൊടുത്തിട്ട് ഇന്ന കാര്യമുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ദോഷം അവർ മാറ്റിത്തരും. ഞാനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ മാറ്റിത്തരും. ആ ബാധയെ മടക്കാൻ അവർക്കറിയാം. എത്ര വലിയ കൊടിയ ബാധയും മലബാരത്തിൽ തീരാത്തതില്ല. ഏറ്റവും ടോപ്പ് മലയാണ്. ദിക്ക് കഴിഞ്ഞാൽ ദിക്ക്, മല, ദേശം, മണ്ണ്, ഉപാസന, അങ്ങനെയാ വരിക. ഇതില് ചിലർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? മലബാരം വെച്ചിട്ട് പണി കൊടുക്കുന്നവരുണ്ട്. മലബാരത്തിലുള്ളവർ തന്നെ ഇപ്പം അങ്ങനെ ചില അതൊക്കെ ഈ തിരുവനന്തപുരം സൈഡിലേക്കാണ് കുറ്റിയടിക്കാന്നൊക്കെ പറയുന്നത്. നമുക്കൊക്കെ ഞാൻ കിഴക്കനാടാണ്. അപ്പൊ എന്റെ ആ സൈഡിലേക്കൊക്കെ എന്ന് പറയുന്നത് ഈ തകിടിൽ എഴുതിയിട്ട് മൂർത്തികളെ അടക്കം ചെയ്ത് കൊണ്ടുവന്ന് മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുക. പിന്നെ അതാണ് കൂടുതലായിട്ട്. ഈ കുപ്പിക്കകത്ത്
ചില സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആളുകൾ വിചാരിക്കും ഇതെല്ലാം ഇതൊക്കെ ഫേക്കാന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസമാണ്, ദുരാചാരമാണെന്ന് പറയും. അവനവന് ഒരു പണി കിട്ടുന്നത് വരെ മൊത്തം അന്ധവിശ്വാസമാണ്. അതുവരെ സ്വന്തമായിട്ട് നമുക്കിട്ട് നല്ല രീതിക്ക് ഒരു ശത്രുദോഷം വന്ന് നമ്മൾ താഴെ പോകുമ്പം ഇതെവിടെയെങ്കിലും പോയി തീർത്ത് കഴിയുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഈ മേഖല കുറേ ഫേക്കായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരായിരിക്കും ഈ പേര് കളഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ന്യായമായിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരാൾ കുറച്ചൊന്ന് കയറി വന്നാൽ അവരെ എങ്ങനെയെങ്കിലും തടയണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഈ പാരമ്പര്യം ഉള്ളവരെ, എൻ്റെയൊക്കെ പിന്നിൽ ശക്തമായ പാരമ്പര്യം കിടക്കുക, പിതൃ പരമ്പര കിടക്കുക. അപ്പം നമ്മളെ ഒന്നും ബന്ധിക്കാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായ ഉഗ്രമൂർത്തിയുണ്ട്. മാടൻ, മറുത, ഭൃത്യങ്കരി, ചാത്തന്മാർ, കല്ലടിക്കോട് മല മുഴുവനുണ്ട്. ഇത് ഏറെക്കുറെ ഒരു ധാരണയാണ്. 390 ചാത്തന്മാരുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഉപാസനാമൂർത്തി ആരാണെന്ന് ഞാൻ പബ്ലിക്കിന് ഇട്ട് കൊടുക്കത്തില്ല. ഇതാണ് എൻ്റെ ഉപാസന എന്ന് ഞാൻ പറയത്തില്ല. ഈ പറഞ്ഞതൊന്നും അല്ല എൻ്റെ ഉപാസന. എൻ്റെ ഉപാസനാമൂർത്തിയെ ഒരാൾക്ക് ബന്ധിക്കാനോ പന്തി ഇണക്കാനോ കൂട്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ പറ്റത്തില്ല. പന്തി ഇണക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഉപാസനാമൂർത്തിനെ കൂടെ വിളിക്കും, വിളിച്ചിട്ട് അതിന് കർമ്മം കൊടുക്കും. കർമ്മം കൊടുത്ത് ആ ദേവതയെ നമുക്ക് എതിരാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പോകുന്ന ദേവതയൊന്നും അല്ല എൻ്റെ ഉപാസനാമൂർത്തി. ആരെങ്കിലും വിളിച്ചാൽ പോകുന്നൊന്നുമല്ല. ഉപാസനാമൂർത്തിയെ നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ലേ? അത് പുറത്ത് പറയാതിരിക്കുകയാണ് നല്ലത്. അതെന്തുകൊണ്ടാണ്? അത് മറ്റുള്ളവർ നമ്മൾ ആ ദേവതയെ നമുക്ക് എതിരാക്കും എന്നതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇതിനകത്ത് ഒരു മത്സരം നടക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഈ ഒരുപാട് പൂജ ചെയ്യുന്ന ആളുകൾ ഞാനാണ് ഏറ്റവും വലിയ മാന്ത്രികൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ വന്ന ഒരു കാര്യം പറയട്ടെ. മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഒരു കർമ്മം ചെയ്തിട്ട് പോയിട്ട് പോലും ഞാനിങ്ങനെ ഈ മലബാര മാന്ത്രികൻ ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ട് അതേപോലെ രീതി കർമ്മം ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ശത്രുദോഷം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതെല്ലാം മറച്ച് പട്ടുമറച്ചൊക്കെ ചെയ്യാന്ന് പറയും, ഞാനത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ എൻ്റെ മൂർത്തികൾ എല്ലാവരും എപ്പോഴും സദാസമയം എനിക്ക് കാവൽ നിൽക്കുന്നത്, ഇന്നയാൾ ഇന്ന സമയത്ത് ചെയ്തു എന്നുള്ള രീതിയിൽ അവരെന്നെ കാണിച്ചു തരും. ഒരാൾ ശത്രുദോഷം ചെയ്താൽ ഇന്ന ശത്രു ഇന്ന കർമ്മം ചെയ്തു, ആ പേരടക്കം എനിക്കറിയാം. ഒരു ശത്രുദോഷം ചെയ്തപ്പോൾ താങ്കൾക്കൊരു ശത്രുദോഷം വന്നു, ആ ശത്രുവിൻ്റെ പേരടക്കം എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, ദാ ഇന്ന പേരിൽ ഒരാൾ താങ്കൾക്കെതിരെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് അദ്ദേഹത്തെ ഒരുപക്ഷെ ഉപദ്രവിക്കാൻ പോയേക്കാം. അതുകൊണ്ട് പേര് നമ്മൾ വെളിപ്പെടുത്തത്തില്ല. പക്ഷെ ഇന്ന ദിക്കിൽ നിന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അപ്പം അങ്ങനെ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത് ഇത്രയും വലിയ ചൈതന്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേവതാസങ്കല്പങ്ങൾ കിട്ടുമ്പോൾ വലിയൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതെ, നമ്മൾ അവരെ നോക്കുമ്പോൾ തിരിച്ച് അവർ നമുക്ക് അതുപോലെ തരുന്നതാ. പക്ഷേ ചിലർ പറയുന്നത് എത്ര അഭിവൃദ്ധി ഉണ്ടായി കഴിഞ്ഞാലും ഒരു സമയം കഴിയുമ്പോൾ ഈ ദേവതയെല്ലാം എതിരാവും, ഇത് നമുക്കിട്ട് പണി തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചില മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന പല കുടുംബങ്ങളും നശിച്ചു പോയത് അത്തരത്തിലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം കയ്യിലിരിക്കുന്ന മൂർത്തി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. ന്യായമായ എന്ത് കേസ് ചെയ്താലും അതിന് തിരിച്ചടി ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. ഞാൻ ഒരിക്കലും ഇപ്പം ചില ആളുകൾ എന്നോട് പറയും, ഈ ശത്രുദോഷം വന്നിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, ഈ ശത്രുദോഷം മാറ്റി കഴിയുമ്പോൾ തിരിച്ച് അവനിട്ട് പണി കൊടുക്കണം കേട്ടോ എന്ന് പറയും. ഞാനൊന്നും പറയാറില്ല. ഞാൻ പറയാം, അവർ ചെയ്തിട്ടുള്ളത് തിരിച്ചു മടക്കും. അയാൾക്ക് സത്യം ഉണ്ടെങ്കിൽ അയാളിലേക്ക് ചെല്ലത്തില്ല, ഇത് അയാളുടെ ദേവത അവിടെ തടയും. പക്ഷെ ഇവരുടെ ശത്രുദോഷം മാറും. ഇവരുടെ ശത്രുദോഷം മാറുക എന്നുള്ളതല്ലേ, തിരിച്ചവനെ വീഴ്ത്തണം എന്ന് പറയും. വീഴ്ത്താൻ വേണ്ടിയായിട്ട് നമ്മളൊന്നും ചെയ്യത്തില്ല. ഇനി ന്യായമില്ലാതെ ഒരു സത്യവും നീതിയും ഒന്നുമില്ലാതെ ചെയ്തു വെച്ചേക്കുന്ന കാര്യം വേണേൽ കറക്റ്റ് തിരിച്ചടി അവിടെ കിട്ടും. ചെയ്ത ആൾക്ക് തിരിച്ചടി കിട്ടും. സത്യമില്ലാത്തതാണേ, സത്യമുള്ളതാണേ തിരിച്ചടിയൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ സത്യവും ധർമ്മവും ഒന്നും നോക്കാതെ മാന്ത്രിക കർമ്മങ്ങൾ പൈസയ്ക്ക് വേണ്ടി ചെയ്ത് പോയാൽ കുറെ കാലം കഴിയുമ്പം ഈ ദേവതയ്ക്ക് അതിനകത്ത് തോന്നും, സത്യമില്ലാത്തവൻ്റെ കൂടെ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത കുറേ ആയിക്കഴിയുമ്പോൾ ഈ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ദേവതയെ ഉപയോഗിക്കും ചിലർ. ഭദ്രകാളീനെയൊക്കെ വെച്ചിട്ടോ ഇല്ല യക്ഷിയെ, എനിക്ക് യക്ഷി ഉപാസനയൊക്കെ ഉണ്ട്, യക്ഷിയെയൊക്കെ വെച്ചിട്ട് നമുക്കതിനെ പല രീതിയിൽ ഉപയോഗിക്കാം. എല്ലാത്തിനും ഓരോന്നിനും ഓരോ രീതിയുണ്ട്, പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിനെ. അപ്പോൾ അതിനെ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദോഷം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം സ്ത്രീകളിലേക്കൊക്കെ ഇങ്ങനെ കുറേ കാര്യം കുറച്ചെങ്കിലും അടുപ്പമുള്ളവരെ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലാതെ ഐശ്വര്യ റായിയെ കിട്ടണമെന്നൊന്നും പറഞ്ഞ് വശ്യം ചെയ്താൽ നടക്കത്തില്ല.
അത് ഞാൻ നേരത്തെ പറഞ്ഞ് വശ്യം ഞാൻ അത്ര വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഈ യക്ഷീനെയൊക്കെ കെട്ടിക്കയറ്റി വിട്ട് ഒരാകർഷണത്വമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ആകർഷണത്വം ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ടൊന്നും പറ്റത്തില്ല. ഈ ദേവതയുടെ പിടിവിടുമ്പം ആ പെൺകുട്ടി തിരിച്ചു പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. കുറേ ആയി കഴിയുമ്പം ഈ ദേവത തോന്നുമല്ലേ ഞാൻ ന്യായവും നീതി ഇല്ലാത്തതുപോലെയാണല്ലോ ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവനെ വെല്ലാൻ മറ്റൊരാളപ്പോൾ ഇത് എന്തിനും ഒരു കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ കുറേ ദുഷ്കർമ്മം ചെയ്തു കഴിയുമ്പം ഭഗവാന് തന്നെ തോന്നും ഞാൻ ന്യായമല്ലാത്തൊരുത്തൻ്റെ കയ്യിലാണല്ലോ ഇത് കൊണ്ട് കൊടുത്തതെന്ന് തോന്നിയിട്ട് ഇത് ഭഗവാൻ തന്നെ അന്നേരം തിരിച്ചെടുക്കാൻ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഈ അത്രയും നാളെ ദുഷ്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കെതിരെ ഈ വരുന്ന ആൾ എന്തെങ്കിലും തിരിച്ചു ചെയ്യും. അതിനകത്താവും പൂട്ടിക്കെട്ടിപ്പോവും. അന്നേരം ദേവത മൊത്തം ഇവനെതിരാകും. അങ്ങനെ എതിരാകുന്നതാണ്. അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരു ദേവത എന്നാൽ നാളെ മുതൽ ഞാൻ ഇവനെതിരായേക്കാം എന്ന് പറഞ്ഞ് എതിരാകുന്നതല്ല.